പലപ്പോഴും ആൾക്കാർ ഈ ഫാമിലി ബിസിനസ് എന്ന് പറയുമ്പോൾ ഫാമിലിനെയും ബിസിനസ്സിനെയും ഒന്നായിട്ടാണ് കാണുന്നത്. ആക്ച്വലി ഐ വുഡ് സേ ഫാമിലി ബിസിനസ് ഈസ് വൺ തിങ്, ഫാമിലീസ് ഇൻ ബിസിനസ് ഈസ് അനദർ തിങ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ബിസിനസ്സിന് ഒരു ഫാമിലി ഇൻ ബിസിനസ്സിന് ചിലപ്പോൾ ഒന്നിൽ കൂടുതൽ ബിസിനസ്സുകൾ ഉണ്ടാവാം. അവർക്ക് പിന്നെയും ചിലപ്പോൾ ഈ ഡിഫറൻസിയേഷൻ മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ ചില ഫാമിലീസിന് ഒറ്റ ബിസിനസ് ഉണ്ടാവുള്ളൂ, ആൻഡ് ദാറ്റ് കുഡ് ബി ബിഗ്. ഓക്കെ, അപ്പോൾ അവിടുത്തെ രണ്ടും വളരെയധികം ഇൻ്റർട്വൈൻഡ് ആയിരിക്കും. പക്ഷേ നമ്മളൊരു ബൈഫർക്കേഷൻ വരുത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ വാട്ട് വിൽ ഹാപ്പൺ ഈസ് ദാറ്റ് പിന്നെ നമുക്ക് പല കാര്യത്തിലും പ്രശ്നം ഉണ്ടാവും. ഇപ്പോൾ ഉദാഹരണമായിട്ടുണ്ടെങ്കിൽ ഒരു ഫാമിലി ബിസിനസ്സിന് വിഷൻ വേണം. ആ ബിസിനസ് എന്തായിരിക്കണം, നെക്സ്റ്റ് 5 years 10 years എന്തായിരിക്കണം എന്നുള്ളൊരു വിഷൻ വേണം. ഫാമിലിക്ക് ഫാമിലിൻ്റേതായ വിഷൻ വേണം. യെസ്, ഫാമിലി എന്തായിരിക്കണം, ഫാമിലിൻ്റെ മെമ്പേഴ്സ് എന്താവണം, ഫാമിലി ഏത് രൂപത്തിൽ വളരണം. ഒരു ഫാമിലി ബിസിനസ്സിന് ബ്രാൻഡ് ഇമേജ് വേണം. ആൾക്കാർ അതിനെ ഒരു പ്രത്യേക രൂപത്തിൽ കാണണം, ആൾക്കാർ അതിനെ പ്രത്യേക രൂപത്തിൽ അംഗീകരിക്കണം, അതിന് ലോയൽറ്റി ക്രിയേറ്റ് ചെയ്യണം, പല ഉദ്ദേശങ്ങളുണ്ടാവും. ഫാമിലിക്കൊരു ബ്രാൻഡ് ഇമേജ് വേണം. ഈവൻ ദ ഫാമിലി ഷുഡ് ബി ബ്രാൻഡഡ്. കാരണം ഒരു ഫാമിലി ബ്രാൻഡഡ് ആവും. നമുക്ക് ചില തറവാടുകളൊക്കെ വളരെ ഫേമസ് ആയിരിക്കും, പക്ഷേ ഇന്ന് കുറേ ന്യൂ ജനറേഷൻ തറവാടുകൾ വരുന്നുണ്ട്. ഐ മീൻ ലൈക്ക് ഭാവിയിൽ തറവാട് ആവാനുള്ള സംഗതികൾ. ദേ ഹാവ് ടു ഫോക്കസ് ഓൺ ബ്രാൻഡിങ് ദാറ്റ് ഫാമിലി. അതായത് അത് കൾച്ചറലി ആയാലും പിന്നെ മാർക്കറ്റിലാണെങ്കിലും സൊസൈറ്റിയിലാണെങ്കിലും. കാരണം ഒരു ഫാമിലി ബ്രാൻഡഡ് ആവുന്നത് കൊണ്ട് ആ ഫാമിലി മെമ്പേഴ്സും നെക്സ്റ്റ് ജനറേഷനൊക്കെ ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. പല വാതിലുകൾ അവർക്ക് തുറക്കപ്പെടും, പല ഓപ്പർച്യൂണിറ്റീസ് അവർക്ക് കിട്ടും, പല പരിഗണനകൾ കിട്ടും. ഇതൊക്കെ ഒരു ഫാമിലീൻ്റെ ആ യൂണിറ്റിയിൽ നിന്നും ഒരു 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 ഡെഫിനറ്റ് എഫേർട്ടിൽ നിന്ന് വരേണ്ട സംഗതികളാണ്. ഇതെല്ലാം ഓർഗാനിക്കലായിട്ട് ഉണ്ടാക്കണമെന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഉണ്ടാവണമെന്നില്ല. അല്ലെങ്കിൽ ഒരു 5 കൊല്ലം കൊണ്ട് നേടേണ്ട ചിലപ്പോൾ ഒരു 15-20 കൊല്ലം കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ ഒരു പക്ഷേ അത് നേടിയിട്ടുണ്ടാവാം. അപ്പോൾ അവിടെ ബ്രാൻഡിങ് വേണം. അതേപോലെ തന്നെ എല്ലാ ആസ്പെക്റ്റിലും ഇപ്പോൾ ഒരു ബിസിനസ് ആകുമ്പോൾ നമുക്ക് ചിലപ്പോൾ പാർട്ട്നേഴ്സ് ഉണ്ടാവും. അപ്പോൾ നമുക്കവിടെ ശരിക്കും പാർട്ട്ണർഷിപ്പ് സ്ട്രക്ചർ വേണം, പിന്നെ ഒരു കോർപ്പറേറ്റ് ഗവർണൻസ് വേണം. അങ്ങനത്തെ പല കാര്യങ്ങളും പ്രൊഫഷണലൈസ് ചെയ്യുമ്പോൾ ചെയ്യേണ്ടി വരും. കാരണം ആ കമ്പനി എങ്ങനെ നമ്മൾ മാനേജ് ചെയ്യുന്നുള്ളത്. ഇതേപോലെ പിന്നെ ഒരു ഫാമിലി ഇൻ ബിസിനസ് അവർക്ക് അവരുടേതായ ഒരു ഫാമിലി ഗവർണൻസ് വേണം, അവരുടേതായ പോളിസികൾ വേണം. ഇത് കേൾക്കുമ്പോൾ പല ആൾക്കാർക്കും അതൊരു തമാശയായിട്ട് തോന്നും, ഒരു കുടുംബത്തിന് ഒരു ഗവർണൻസോ ഒരു ഭരണഘടന. പക്ഷേ നമ്മളുടെ ബിസിനസ് ഒരു 100 കൊല്ലം നിലനിൽക്കണം, 2-3 ജനറേഷൻ മുകളിൽ പോകണം എന്നൊക്കെ വിചാരിക്കുന്ന ആൾക്കാർ ഈ കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ വാട്ട് വിൽ ഹാപ്പൺ ഈസ് ദാറ്റ് ഫൗണ്ടറിന് ഒരു കോമൺ വിഷൻ ഉണ്ടാവും. അയാൾക്ക് ഇന്ന് വേണമെങ്കിൽ എന്ത് ചെയ്യാം, അയാളുടെ മക്കളോട് പറയും ഞാൻ ആഗ്രഹിക്കുന്ന നമ്മുടെ കുടുംബം ഇങ്ങനെ ആവണം എന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങളെല്ലാവരും അതിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഫാദറും ആ മക്കളും തമ്മിലുള്ള റിലേഷൻഷിപ്പിൻ്റെ മുകളിൽ ദേ വിൽ കണ്ടിന്യൂ ദാറ്റ്. ആൻഡ് ആ ഒരു കൾച്ചർ കീപ്പ് ചെയ്യാൻ നെക്സ്റ്റ് ജനറേഷൻ കണ്ടിന്യൂ ചെയ്ത് പോകും. കാരണം ദർ ഈസ് എ ഗൈഡ് ലൈൻ. ഇനി ഈ ഫൗണ്ടറായിട്ടുള്ള ആൾ ഇതൊന്നും ചെയ്യാതെ മരണപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഈ 4, 5, 6, 7 മക്കൾ അവരൊക്കെ ഇൻഡിപെൻഡൻറ്റ് പീപ്പിളാണ്. ഇവരിടയിൽ പിന്നെ ഒരു ടേബിളിൽ ചുറ്റി നിങ്ങളുടെ കൺസെൻസ് എത്തിക്കൽ പോസിബിൾ അല്ല. ഇറ്റ്സ് എ വെരി ഡിഫിക്കൽട്ട് തിങ്. ഈവൺ ഇഫ് ദേ ലൈക്ക് ഈച്ച് അതർ, ഈവൺ ഇഫ് ദേ ഹാവിങ് ഗുഡ് ടേംസ്. ഈ ബാഡ് ടേംസ് ആണെങ്കിൽ നമ്മളിതൊന്നും പറയാതിരിക്കുകയാണ് നല്ലത്. ഞാൻ പറഞ്ഞ ഗുഡ് ടേംസ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ വരുന്നത്. പല ഫൗണ്ടേഴ്സ് ആലോചിക്കൽ എന്താ വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ എൻ്റെ കാലശേഷം അവർ തീരുമാനിച്ചോട്ടെ എങ്ങനെ വേണ്ടെന്നുള്ളത്. ഞാനിപ്പോൾ അയക്കുന്ന ഇടപെടൽ ഞാൻ വിചാരിച്ചിട്ട് പോയി കഴിഞ്ഞാൽ യൂഷ്വലി എന്ത് സംഭവിക്കുന്നത് അറിയാം, ആ ബിസിനസ് 4-5 കഷ്ണമായിട്ടാണ് ഡിവൈഡ് ചെയ്ത് പോകും. കാരണം എല്ലാവരും ആലോചിക്കും വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കണ്ട, നമുക്കിത് വീതിച്ച് കളയുക, അല്ലെങ്കിൽ അത് വിൽക്കുക, അല്ലെങ്കിൽ അത് അവരവരെ ഷെയർ പുറത്ത് കൊടുക്കുക, അല്ലെങ്കിൽ ചില ആൾക്കാർ എക്സിറ്റ് ആവും. അപ്പോൾ ചില ആൾക്കാർ എക്സിറ്റ് ആകുമ്പോൾ അവർക്ക് പൈസ കൊടുക്കണം, അപ്പോൾ പുറത്ത് വേറെ ഷെയർ ഹോൾഡേഴ്സ് വരും. കംപ്ലീറ്റ്ലി ആ സാധനം ഡൈല്യൂട്ടഡ് ആയിട്ട് ചിലപ്പോൾ ആ ജനറേഷൻ തന്നെ ചിലപ്പോൾ ഒന്നും ഇല്ലാതായി പോകും. ഇപ്പോൾ ഇങ്ങനെ ഇപ്പോൾ അമീൻ ഭായ് പറഞ്ഞ പോലെ ഒരു ഫാമിലിക്ക് ഗവർണൻസ് വേണം, ഫാമിലി ഓഫീസ് വേണം, സ്ട്രക്ചർ വേണം, റീബ്രാൻഡ് ചെയ്യണം. അതായത് അമീൻ ഭായ് ഒരുപാട് വീഡിയോസിലാണെങ്കിലും ഇപ്പോൾ കൺസൾട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ സംസാരിക്കുന്ന സമയത്തൊക്കെ പറയുന്നൊരു കാര്യമാണ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഇതിൻ്റെ ഒരു നീഡ് ഒരു ആസ് എ ഫാമിലി ബിസിനസ് റൺ ചെയ്യുന്ന ഒരു പേഴ്സൺ എന്ന രീതിയിൽ? അദ്ദേഹം അത് പറഞ്ഞത് വളരെ കറക്റ്റാണ്, വളരെ കറക്റ്റാണ്. അങ്ങനെ ഒരു സാധനം ഇല്ലെങ്കിൽ ആ ബിസിനസ് പൊളിയും. പൊളിയെന്ന് മാത്രമല്ല, അത് പിന്നെ കൂടുതൽ 2 പ്രശ്നം സംഭവിക്കുകയില്ല. ഒന്ന്, ഫാമിലി റിലേഷൻ തന്നെ ഒന്നും അല്ലാതായി പോകും. അത് ഭയങ്കര ഡേഞ്ചറസ് സംഗതിയാണ്. അപ്പോൾ അത് പ്രത്യേകിച്ച് വാല്യൂസ് ആൻഡ് എത്തിക്സ് പാലിക്കാത്തൊരു ഫാമിലി ആണെങ്കിൽ അത് കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ട് മാറും. പിന്നെ വേറെ പലരും ഇടപെട്ട് അത് നേരാക്കി എടുക്കാനൊക്കെ വളരെ പ്രയാസപ്പെടും. നമുക്ക് തന്നെ കുറേ ഹിസ്റ്ററി എൻ്റെ മുമ്പിൽ തന്നെ ഉണ്ടാകും അത്തരം കേസുകൾ. അപ്പോൾ അദ്ദേഹം പറഞ്ഞതാണ് അതിൻ്റെ സൂട്ടബിൾ വേ. നമ്മളതിന് ചെയ്തിരിക്കുന്ന സെക്ടർ ഇതേപോലെ സ്ട്രക്ചർ നമ്മൾ ചെയ്തിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഫാമിലീൻ്റെ ഓരോ കാര്യങ്ങൾക്കും സെപ്പറേറ്റ് വിങ്ങുകളുണ്ട്, ഓരോന്നിനും ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. ഫാമിലി മെമ്പേഴ്സ് അവരുടെ ചുമതല. അതെ. ഉദാഹരണം പറയുകയാണെങ്കിൽ ഞങ്ങളുടെ വീടുകളിലൊക്കെ ഒരു അഗ്രികൾച്ചർ അല്ലെങ്കിൽ അതിൻ്റെ ഒരു കൺസ്ട്രക്ഷൻ അങ്ങനത്തെ കുറേ മാനേജ്മെൻറ്റ് ഉണ്ടാവുമല്ലോ വീടുകളിൽ. അപ്പോൾ അതിന് ഞങ്ങൾക്കൊരു ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്.
അപ്പോൾ ആ ഡിപ്പാർട്ട്മെൻറ്റിലെ ഡി ഡി ഞങ്ങൾ 1 ബ്രദർ, ഞങ്ങളൊരു ബ്രദറാണ് അതിൻ്റെ ചാർജ്. ഓരോരുത്തർക്കും ഓരോ സെപ്പറേറ്റ് ചാർജ്. അപ്പോൾ എനിക്ക് ഇൻ്റർനാഷണൽ പിന്നെ ഓപ്പറേഷന്, അതുപോലെ തന്നെ നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ട്, അതുപോലെ IT, ഇങ്ങനെ ഒരു ചാൻസൽ. അതേപോലെ ബാക്കിയുള്ളവർക്ക് ഫിനാൻസ്, സെയിൽസ്, മാർക്കറ്റിംഗ്, ഇങ്ങനെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റും അവരുടെ അണ്ടറിലാണ്. ഓക്കെ. അതേപോലെ ഈ നമ്മുടെ ഒരു ബ്രദറിനുള്ള ജോലി, അദ്ദേഹം ഇതിൻ്റെ അഡ്മിനിസ്ട്രേഷൻ, ഫാമിലി അഡ്മിനിസ്ട്രേഷൻ, അതുപോലെ തന്നെ നമ്മുടെ ഈ കൺസ്ട്രക്ഷൻ, ഇങ്ങനത്തെ സംഗതികളുണ്ടല്ലോ. അപ്പോൾ അതൊരു ഡിപ്പാർട്ട്മെൻറ്റാണ്. അപ്പോൾ എല്ലാത്തിനും ഓരോ ഡിപ്പാർട്ട്മെൻറ്റും അതിന് ഓരോ ചുമതലയും. അപ്പോൾ പോലത്തെ നമ്മൾ സാധാരണ ഒരു വലിയൊരു കോർപ്പറേറ്റ് റൺ ചെയ്യുന്ന പോലെ തന്നെ ഫാമിലി ബിസിനസ്സിനെ നമ്മൾ സ്ട്രക്ചർ ചെയ്യണം. അതെ, അത് സ്ട്രക്ചർ ചെയ്ത് പോയില്ലെങ്കിൽ അത് അപകടം തന്നെയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താ വെച്ചാൽ എല്ലാം അത് എന്തൊരു ഇഷ്യൂ ഉണ്ടെങ്കിൽ അദ്ദേഹത്തോട് പറഞ്ഞാൽ അത് സോൾവ് ചെയ്യും. എല്ലാത്തിനും ഒരു SOP ഉണ്ട്. അതെ. അപ്പോൾ എൻ്റെ സ്വന്തമായ പറമ്പ്, എൻ്റെ ലാൻഡ്, ഈ ലാൻഡിൽ ഞാൻ നോക്കേണ്ട ആവശ്യമില്ല. അത് അദ്ദേഹം വന്നിട്ട് അത് നോക്കി എല്ലാം ക്ലിയർ ചെയ്ത് അവിടെ എന്താ വേണ്ടത് വെച്ചാൽ അദ്ദേഹം ചെയ്യും. നമുക്ക് അവിടെ റിസ്ക്കും ഇല്ല, നമ്മളവിടെ പോയി നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ പുള്ളി ചെയ്യും. ഒന്നും അടിക്കണ്ട. ഇപ്പോൾ വീട്ടിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി, ഒരു ഇലക്ട്രിസിറ്റി ഇഷ്യൂ അല്ലെങ്കിൽ ഒരു പ്രോബ്ലം ഇതുണ്ടെങ്കിൽ അത് ആ വീട്ടിലുള്ള ആരാണോ ഉള്ളത്, മോനോ അല്ലെങ്കിൽ വൈഫോ ആരാണെങ്കിൽ അവർക്ക് വിളിച്ച് അവരെ പറഞ്ഞാൽ അവരെന്ത് വന്ന് അവരാളെ പറഞ്ഞയച്ചാൽ അത് ക്ലിയർ ചെയ്യും. 99% ബിസിനസ്സുകാരുടെ വീട്ടിലില്ലാത്തൊരു കാര്യം. കാരണം വെച്ചാൽ എല്ലാവരും വിളിക്കല്. ഇപ്പം എൻ്റെ വീട്ടിലൊക്കെ ആണെങ്കിൽ വൈഫ് വിളിക്കുക, അല്ലേ, ഹോസ്പിറ്റലിൽ പോകണം, അപ്പം എന്താ ചെയ്യുക നല്ല ചോദ്യം ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇത് നമുക്ക് പ്രശ്നമല്ല, ഇതൊരു സിസ്റ്റം ഉണ്ടായതുകൊണ്ട് അത് കറക്റ്റായിട്ട് പോകും. ഇപ്പോൾ അങ്ങനെ ഓരോന്നും ഇപ്പോൾ മദറിൻ്റെ ഫാദറിൻ്റെ ഇഷ്യൂ ഇതൊക്കെ അങ്ങനെയൊക്കെ നമ്മൾ എന്ത് ചെയ്യും, അതൊക്കെ ഒരു സിസ്റ്റം ഉണ്ട്. അവർക്കൊരു എക്സ്പെൻസും അവരുടെ കാര്യങ്ങൾ നോക്കാൻ പ്രത്യേകമായ ഒരു സംവിധാനം അവിടെ ഉണ്ട്. അതിപ്പോൾ ആരും ഇന്നാൾ ചെയ്യണമെന്നൊന്നുമില്ല, അത് കൃത്യമായിട്ട് അത് ആ സിസ്റ്റം അനുസരിച്ച് പോയിക്കോളും. ഇപ്പോൾ ഫാമിലി ബിസിനസ്സിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ആണ്. ഇപ്പോൾ രണ്ടുപേരും അതിൻ്റെ ഒരു സ്ട്രക്ചറിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ആണ് നമുക്ക് കേൾക്കുന്നത്. സത്യം പറഞ്ഞാൽ ഞാൻ ഭയങ്കര വണ്ടേർഡാണ് ഇത്. എന്ന് വെച്ചാൽ ഇങ്ങനൊരു സംഭവം ഉണ്ടായിരുന്നു എന്ന് തന്നെ കണ്ട് അമീൻ ഭായിനെ കണ്ടതിന് ശേഷമാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഞാൻ പഠിക്കുന്നത്. ഓക്കെ, ഇങ്ങനൊരു സ്ട്രക്ചർ ഫാമിലി ബിസിനസ്സിൽ ഉണ്ടല്ലേ. ഇപ്പോൾ ഒരുപാട് ഫാമിലികൾ ഇങ്ങനെ പ്രൊഫഷണലൈസ് ചെയ്ത് പോകുന്നുണ്ട്, അങ്ങനെ റീബ്രാൻഡ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പം അതിൻ്റെ ഇമ്പോർട്ടൻസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതിൽ നമ്മൾ ഫാമിലി ബിസിനസ്സുകളൊക്കെ റൺ ചെയ്യുന്നുണ്ട്. ഇത് ഒരുപാട് ഫാമിലി ബിസിനസ്സിന് കൺസൾട്ട് ചെയ്യുന്ന ഒരു കൺസൾട്ടൻ്റ് എന്ന് നൽകി. അപ്പം ഇത്തരം എന്താ പറയുക ഇഷ്യൂസ് അല്ലെങ്കിൽ ഇത്തരം ഗവേണൻസ് പോളിസീസൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എങ്ങനെയാണ് അവരെ ഗൈഡ് ചെയ്യുന്നത്, ഒരു ഫാമിലീനെ? നമ്മൾ ഇതിൽ വലിയൊരു പ്രശ്നം കിടക്കുന്നത്, അധികം സക്സസ്ഫുൾ ആയിട്ടുള്ള ബിസിനസ്സുകളാണെങ്കിൽ പോലും ഈ ഫാമിലി ബിസിനസ്സിനെ കുറിച്ചിട്ടുള്ള ആ ഏരിയ അവർ അത്രയധികം അവെയർ അല്ല. അവർ പലപ്പോഴും ധരിച്ചിട്ടുള്ളത് മക്കൾക്ക് നല്ല മാനേജ്മെൻറ്റ് വിദ്യാഭ്യാസം കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നാച്ചുറലായിട്ട് ഫാമിലി ബിസിനസ്സും ഫാമിലിയൊക്കെ നല്ല സ്ട്രീം ലൈൻഡ് ആയിട്ട് പോകുന്നുള്ളതാണ് അവരുടെ ധാരണ. പക്ഷേ നമ്മുടെ ഈ മാനേജ്മെൻറ്റ് എഡ്യൂക്കേഷൻ നോക്കുകയാണെങ്കിലും ഇറ്റ് ഈസ് മെയിൻലി ഫോക്കസ്ഡ് ഓൺ ഹൗ യു മാനേജ് ദി ഫങ്ഷണൽ ഏരിയാസ് ഓഫ് എ ബിസിനസ്. മാർക്കറ്റിംഗ് എങ്ങനെ, ബ്രാൻഡിങ് എങ്ങനെ, ഫിനാൻസ് എങ്ങനെയെന്ന് പഠിപ്പിക്കുന്നുള്ളൂ. ഈവൺ ഓൺടർപ്രണർഷിപ്പ് പഠിപ്പിക്കുന്നില്ല എന്നുള്ള വേറെ വിഷയം. ആൻഡ് ബിയോണ്ട് ദാറ്റ് ഫാമിലിൻ്റെ ഒരു ആസ്പെക്റ്റ് വരുന്നില്ല. ഫാമിലിനെ കുറിച്ചിട്ട് പഠിപ്പിക്കുന്നില്ല, അതുപോലെ തന്നെ ഓൺടർപ്രണർഷിപ്പിനെ പഠിപ്പിക്കുന്നില്ല. എക്സാക്ട്ലി. അപ്പോൾ അവിടെ വരുന്ന വിഷയം കിടന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഒരു ബിസിനസ്സിനെ മാനേജ് ചെയ്യുന്ന അതേ രീതിയിൽ ഫാമിലിനെ മാനേജ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ അത് ബ്രേക്ക് ചെയ്യും. കാരണം ഫാമിലി ബിസിനസ്സായിട്ട് വേറെ കുറേ സംഗതികളാണ് വേണ്ടത്. അറ്റ് ദി സെയിം ടൈം നമ്മൾ ബിസിനസ് പ്രൊഫഷണലി നടത്തുന്നുണ്ട്, ഫാമിലി ഏരിയ നമ്മൾ ടോട്ടലി ഇഗ്നോർ ചെയ്ത് കഴിഞ്ഞാലും പ്രശ്നമാണ്. കാരണം അങ്ങനെ വരുമ്പോഴാണ് യൂഷ്വലി വാട്ട് ഹാപ്പൻസ്, നാളെ അയാൾ റിട്ടയർ ചെയ്യുന്ന ടൈം ആകുമ്പോൾ ഒന്നുകിൽ കേപ്പബിൾ അല്ലാത്ത മക്കളുണ്ടാവുക, അല്ലെങ്കിൽ താല്പര്യമില്ലാത്ത മക്കളുണ്ടാവുക, അല്ലെങ്കിൽ അങ്ങനത്തെ മക്കൾ സ്വാഭാവികമായിട്ടും പല ആൾക്കാരും പല രീതിയിലായിരിക്കും. എല്ലാവരും ബിസിനസ് താല്പര്യമുള്ള ആൾക്കാരാവണമെന്നില്ല, അല്ലെങ്കിൽ കഴിവുള്ള ആൾക്കാരാവണമെന്നില്ല. ദാറ്റ്സ് എ നാച്ചുറൽ തിങ്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ബിസിനസ് എങ്ങനെ മുന്നോട്ട് പോകുമെന്നുള്ളതിനെ കുറിച്ചിട്ട് ഉള്ള ഒരു സംവിധാനങ്ങളൊന്നും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവില്ല. അതൊരു സിസ്റ്റം ഉണ്ടാക്കിയിട്ടുണ്ടാവില്ല. അപ്പോൾ ഇതൊരു ടോട്ടൽ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഏരിയയാണ്. പിന്നെ എന്ന് മാത്രമല്ല, ഒരുപാട് തെറ്റിദ്ധാരണകൾ ആൾക്കാർക്ക് പിന്നെ ഈ വിഷയത്തെ കുറിച്ചിട്ടുണ്ട്. ഈ ഫാമിലി ബിസിനസ് ഇങ്ങനെ ആയിരിക്കണം, അങ്ങനെ ആയിരിക്കണം ചിന്താഗതികളൊക്കെ ഉണ്ട്. അപ്പോൾ ആക്ച്വലി അതുമായി ബന്ധപ്പെട്ടിട്ട് ഞാനൊരു പുസ്തകം എഴുതുന്നുണ്ട്, 50 മിത്തുകൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുസ്തകം എഴുതുന്നുണ്ട്. അത് ഹോപ്പ്ഫുള്ളി ബൈ ദി എൻഡ് ഓഫ് ദിസ് ഇയർ നമുക്ക് പുറത്തിറക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നുണ്ട്. അതിൽ ഞാൻ ബേസിക്കലി ഉദ്ദേശിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ആദ്യം നമുക്ക് വേണ്ടത് തെറ്റായ ധാരണകളൊക്കെ തിരുത്തലാണ്. കാരണം അപ്പോഴാണല്ലോ നമുക്കൊരു ഫെർട്ടൈൽ ഒരു മൈൻഡ് ഉണ്ടാവുക, പുതിയ കാര്യങ്ങൾ ചിന്തിക്കാനുള്ള. അപ്പോൾ അവയർനെസ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. എന്താണ് നമ്മൾ ചെയ്യുന്ന തെറ്റ്, നമ്മൾ മനസ്സിലാക്കിയുള്ള തെറ്റ് എന്താണെന്ന് അറിഞ്ഞോട് കൂടിയിട്ടാണ് നമുക്ക് പിന്നെ ഒരു പുതിയൊരു സംഗതിയിലേക്ക് നമ്മൾ ഒരു പുതിയൊരു മാറ്റത്തിലേക്ക് നമ്മൾ തയ്യാറാവുള്ളൂ. ഈ തെറ്റിദ്ധാരണകളുടെ ഫലമായിട്ടാണ് പലപ്പോഴും ഈ ഫാമിലി ബിസിനസ്സിൽ മക്കൾക്ക് ബിസിനസ്സിൽ ചില നല്ല കഴിവുള്ള മക്കളുണ്ടാവും, ബട്ട് ദേ ഡോണ്ട് വാണ്ട് ടു ജോയിൻ ദ ഫാമിലി, ദേ ഡോണ്ട് വാണ്ട് ടു ബി അണ്ടർ ദ ഫാദർ. കാരണം ഫാദറിൻ്റെ ചില ചിന്താഗതികളൊന്നും ഇവർക്ക് മാച്ചിങ് ആവില്ല.
ചിലപ്പോൾ നേരെ ഓപ്പോസിറ്റ് ഉണ്ടാവും. ഏത് കഴിവില്ലാത്ത മക്കളുണ്ടാവും, കഴിവുള്ള മക്കളുണ്ടാവും. അപ്പോൾ ഈ മാനേജ്മെൻറ്റിൽ കഴിവില്ലാത്ത ആൾക്കാർ മാനേജ്മെൻറ്റിൽ റോള് പ്രതീക്ഷിക്കുകയാണ്. കാരണം അവർ മനസ്സിലാക്കിയുള്ളത് വേറെ രീതിയിലാണ്. അപ്പോൾ ഇങ്ങനത്തെ പല വിഷയങ്ങളുണ്ട്. അതേപോലെ തന്നെ ഫാമിലി മെമ്പേഴ്സ് ബിസിനസ്സിൽ ജോലി എടുക്കുന്ന സമയത്ത് നോൺ ഫാമിലി മെമ്പേഴ്സ് അവിടെ ഉണ്ടാവും. അപ്പോൾ ഇങ്ങനത്തെ കുറേ പ്രശ്നങ്ങൾ വരാനുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഓരോ വിഷയത്തിൽ നമ്മൾ എടുക്കുന്ന നിലപാടുകളിലും അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കിയുള്ള തെറ്റുകളാണ്. അപ്പോൾ ഫസ്റ്റ് വേണ്ടത് അവെയർനെസ് ആണ്. എന്താണ് ശരിയായ രീതി, എന്താണ് തെറ്റായ രീതി എന്നുള്ളത്. സെക്കൻഡ് വേണ്ടതും അവെയർനെസ്സിൻ്റെ പാർട്ട് 2 ആണ്, വിച്ച് ഈസ് ലൈക്ക് അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ശരിക്കും ചെയ്യേണ്ടത്, അതിന് ശരിക്കുള്ള പ്രോസസ്സ് എന്താണെന്നുള്ളതാണ് സെക്കൻഡ് പാർട്ട് വരുന്നത്. തേർഡ് പാർട്ടാണ് അതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രവർത്തിക്കുക എന്നുള്ളത്. കാരണം എന്താണ് വേണ്ടതെന്ന് മനസ്സിലാക്കാതെ നമ്മൾ ഒരു പ്രവർത്തന മേഖലയ്ക്ക് പോയി കഴിഞ്ഞാൽ യൂഷ്വലി നമുക്ക് അറിയാം എന്താ സംഭവിക്കുക എന്നുള്ളത്. വിൽ ബി ഡൂയിങ് ദ റോങ് തിങ് അല്ലേ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സഫ ഗ്രൂപ്പിനെ പുറത്തുനിന്ന് ഒരാൾ നോക്കുകയാണ് ആൻഡ് അയാൾ മനസ്സിലാക്കുന്നത് ബ്രദേഴ്സൊക്കെ ഭയങ്കര യൂണിറ്റിയാണ്, കാര്യങ്ങളൊക്കെ ഭയങ്കര ഗ്രോത്ത് ഉണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മളും അങ്ങനെ ആവണം എന്ന് പറഞ്ഞിട്ട് അവരെന്തെങ്കിലും കാട്ടിയിട്ട് കാര്യമില്ലല്ലോ. അതിൻ്റെ സ്ട്രക്ചേർഡായ രീതിയിൽ തന്നെ അവർ പോയാലേ ആ ഡിസൈഡ് ഇതിലേക്ക് നമുക്ക് എത്താൻ പറ്റുള്ളൂ. അപ്പോൾ തേർഡ് സ്റ്റേജ് എന്താണെന്ന് വെച്ചാൽ സ്ട്രക്ചേർഡ് രീതിയിൽ പോകുക എന്നുള്ളതാണ്. ഫോർത്ത് പോയിന്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ തേർഡ് പോയിന്റുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യം തന്നെയാണ്, ഇറ്റ് ഈസ് ഓൾവേസ് ബെസ്റ്റ് ടു ഹാവ് എ കൺസൾട്ടൻറ്റ്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഫാമിലി എന്ന് പറഞ്ഞത് ഒരു ഇമോഷണൽ ടൈം ബോംബാണ്. കാരണം ഭയങ്കര ഇമോഷണലി ചാർജ്ഡ് ആയിട്ടുള്ളൊരു എൻവയോൺമെൻ്റ് ആണ്. ഈവൻ ഒരു നല്ല സ്നേഹമുള്ള ഫാമിലി പോലും ചെറുതായിട്ട് പൊട്ടിത്തെറിക്കാം. കാരണം എല്ലാവരെ കുറിച്ചിട്ടും ഹിസ്റ്ററീസ് അറിയാം. നോബഡി ഈസ് പെർഫെക്റ്റ്. അപ്പോൾ പല ആൾക്കാർക്കും പല ആൾക്കാരെ കുറിച്ച് മുൻവിധികൾ ഉണ്ടാവാം, സംശയങ്ങളുണ്ടാവാം. പിന്നെ സംശയം ഞാൻ ഉദ്ദേശിക്കുന്ന അയാൾ കക്കുന്നുള്ള സംശയമല്ല, അയാളെ കൊണ്ട് പറ്റുമോ എന്നുള്ള സംശയങ്ങളുണ്ടാവാം. ഇങ്ങനെയുള്ള പല 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 പിന്നെ അഭിപ്രായങ്ങളായിട്ട് നിൽക്കുന്ന ഒരു സംഗതിയാണ്. ഇപ്പോൾ നമുക്കറിയില്ല, നമ്മൾ ഏറ്റവും കൂടുതൽ ഇടപഴകുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ നമ്മളെക്കുറിച്ച് അത്ര വലിയ ഒപ്പീനിയൻ ഉണ്ടാവണമെന്നില്ല. ചിലപ്പോൾ ഒരാൾ പുറത്ത് സൂപ്പർ സ്റ്റാർ ആയിരിക്കും, പക്ഷേ വീട്ടിൽ അയാൾ ഒരു നോർമൽ പേഴ്സൺ ആയിരിക്കും. കാരണം അയാളുടെ എല്ലാ വീക്ക്നെസ് അവിടെ എക്സ്പോസ്ഡ് ആയിരിക്കുമല്ലോ. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഗ്രൂപ്പ് ഒരു ബോർഡ് റൂമിൽ ചുറ്റിയിരിക്കുമ്പോൾ സംസാരിക്കുമ്പോൾ നമുക്കൊരു മാറ്റം വേണമെന്ന് പറയുമ്പോൾ, നമുക്കൊരു വിഷൻ എന്ന രൂപത്തിലേക്ക് വേണമെന്ന് ചർച്ചകൾ വരുമ്പോൾ ചിലപ്പോൾ അത് വേണ്ട ദിശയിൽ പോകണം നിർബന്ധമില്ല. അവിടെ എപ്പോഴും ഇതിനൊരു ഓർഡർ കൊണ്ടുവരാനും ഇതിനൊരു പ്രോപ്പർ ഒരു ദിശയിലേക്ക് അലൈൻ ചെയ്യാനും ഇതിൽ പിന്നെ ചിലപ്പോൾ ഒരു പക്ഷേ നല്ല പോയിന്റ് പറഞ്ഞാൽ ആ കൂട്ടത്തിൽ ചെറിയ ആളോ അല്ലെങ്കിൽ സൈലൻ്റ് ആയിട്ടുള്ള ഒരാളൊക്കെ ആയിരിക്കും. അപ്പോൾ അയാളുടെ വ്യൂവിന് വേറെയുള്ള ആൾക്കാർ ഓവർകം ചെയ്യാൻ പാടില്ല. ഒരു ഡയറക്ഷനും ഒരു റെഫറി പോലെ ഓപ്പറേറ്റ് ചെയ്യാനും പിന്നെ ആവശ്യമുള്ള സ്ഥലങ്ങളിൽ ഇവർക്കുള്ള ഗൈഡൻസ് കൊടുക്കാനൊക്കെ ഒരു കൺസൾട്ടൻ്റ് ഉണ്ടാവണം എപ്പോഴും നല്ലതാണ്. മറ്റേതെപ്പോഴും അത് പറയാൻ അയാൾ ആരാണ്, അല്ലെങ്കിൽ അയാൾ പറയുമ്പോൾ അത് അത്രത്തോളം ഉണ്ടാവില്ലല്ലോ എന്നൊക്കെയുള്ള പല പല വിഷയങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സോൾവ് ചെയ്യാൻ പറ്റും. ഒരു തേർഡ് പോയിന്റ് ഓഫ് വ്യൂവിൽ അതിനെ ഗൈഡ് ചെയ്യാനും ഇതിനെ കൺട്രോൾ ചെയ്യാനാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു റോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിസ്റ്റം ബിൽഡ് ചെയ്യാനും. കൺട്രോൾ മാത്രമല്ല, ചിലപ്പോൾ ഒരു പക്ഷേ പല വിഷയങ്ങളെ കുറിച്ചിട്ട് ഇവർക്ക് ധാരണ ഉണ്ടാവണം നിർബന്ധമില്ല. അതെ. പിന്നെയുള്ള വേറെ വിഷയം എന്ന് പറഞ്ഞാൽ സെൻസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. കാരണം ചില തീരുമാനങ്ങൾ വളരെ സെൻസിറ്റീവായിരിക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ഫാമിലി എംപ്ലോയ്മെൻറ്റ് പോളിസി വെക്കുകയാണ്. അപ്പോൾ ആ എംപ്ലോയ്മെൻറ്റ് പോളിസിയിൽ എന്തായിരിക്കും, സ്വാഭാവികമായിട്ട് ബിസിനസ് വിജയിക്കണം എന്നുണ്ടെങ്കിൽ അതിന് കഴിവുള്ള ആൾക്കാർ വരണം. അപ്പോൾ അത് മകനാണെങ്കിലും മരുമകനാണെങ്കിലും മറ്റേ കസിൻസ് ആണെങ്കിലും ആരാണെങ്കിലും നമ്മൾ അതിനൊരു ചെക്ക് പോയിന്റ് വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇവർക്ക് എല്ലാവർക്കും നമ്മൾ ജോലി കൊടുക്കേണ്ടി വരും. ഇപ്പോൾ എൻ്റെ ബുക്കിൽ ഞാൻ പറഞ്ഞൊരു മിത്തിലാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ബിസിനസ് എന്ന് പറഞ്ഞത് ഫാമിലിക്ക് എംപ്ലോയ്മെൻറ്റ് കൊടുക്കേണ്ട ഓർഗനൈസേഷൻ അല്ല, ഫാമിലിക്ക് വെൽത്ത് ക്രിയേറ്റ് ചെയ്യേണ്ട ഓർഗനൈസേഷനാണ്. ഓക്കെ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആര് വരണമെന്നുള്ളത് നമ്മൾ ഒരു ടേബിളിന് ചുറ്റിന്ന് തീരുമാനിക്കുമ്പോൾ ചില ഫാമിലി മെമ്പേഴ്സിന് തോന്നും, അല്ല ഇത് എൻ്റെ മകനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള ക്ലോസുകളാണല്ലോ വരുന്നതെന്ന് തോന്നിപ്പോവും. കാരണം ചിലപ്പോൾ ആൾക്ക് അങ്ങനത്തെ മകൻ ഉണ്ടാവണമെന്നില്ല, ആ കപ്പാസിറ്റി ഉള്ള, പക്ഷേ അയാളുടെ മനസ്സിൽ ഇവൻ ഈ ജോലിക്ക് പോകണമെന്നായിരിക്കാം. അപ്പോൾ അതൊരു തേർഡ് പാർട്ടി സജസ്റ്റ് ചെയ്യുമ്പോൾ അവിടെ എന്തെങ്കിലും ന്യൂട്രാലിറ്റി വരും. മറ്റത് അത് അയാൾ വെച്ചത് ഇന്ന ഉദ്ദേശിച്ചിട്ടാണ്, അല്ലെങ്കിൽ ചില ആൾക്കാർ ഉദ്ദേശിച്ചിട്ട് തന്നെ വെക്കും. ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഈ ഒരു പോയിന്റ് ഓഫ് വ്യൂ വരികയാണെങ്കിൽ ഇപ്പം നമുക്കിപ്പോൾ ഒരു 35 വർഷം എന്ന് പറയുമ്പോൾ എന്തായാലും അടുത്തൊരു തലമുറയ്ക്ക് കൈമാറാനായി ബിസിനസ്. അപ്പോൾ കൈമാറാനായിട്ടുണ്ടാവും അല്ലെങ്കിൽ കൈമാറിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. അപ്പം അങ്ങനെ വരുമ്പോൾ അടുത്തൊരു ജനറേഷനിലേക്ക് ഒരു നല്ലൊരു സക്സസ്ഫുൾ ആയിട്ടുള്ള ബിസിനസ് കൈമാറണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? ബിക്കോസ് ഞാൻ മനസ്സിലാക്കുന്നത് സഫ ഗ്രൂപ്പ് അത് വെരി വെൽ എക്സിക്യൂട്ടഡ് ആണ്, അത് നല്ല രീതിയിൽ കൺട്രോൾ ചെയ്ത് പോകുന്ന ഒരു ഫാമിലി ബിസിനസ്സാണ്. അപ്പോൾ അങ്ങനെ ഒരു അഡ്വൈസ് എന്നുള്ള രീതിയിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം ടു പാസ് ദിസ് ബിസിനസ് ടു ദ നെക്സ്റ്റ് ജനറേഷൻ? ഇപ്പോൾ അമീൻ സാഹിബ് പറഞ്ഞേ അത് വളരെ ഒരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ്. എന്ന് പറഞ്ഞാൽ ഫാമിലി ബിസിനസ്സിന് ഒരു കൺസൾട്ടൻസി വേണമെന്നുള്ളത് അത് നിർബന്ധമാണ്. അതില്ലെങ്കിൽ ഈ അദ്ദേഹം പറഞ്ഞ എല്ലാ കാര്യങ്ങളും സംഭവിക്കും. അതെന്താ? അതെ. കാരണം എന്താ വെച്ചാൽ ഇതുവരെ ഇമോഷണൽ ബോണ്ടഡ് ഒരു സാധനമാണ് ഈ ഫാമിലി. അപ്പോൾ ഇതിൽ പറഞ്ഞ പോലെ ഇപ്പോൾ ഞങ്ങളാണെങ്കിൽ
ഞങ്ങളിപ്പോൾ 7 ആളുണ്ടല്ലോ, 7 ഇൻഡിവിജ്വൽസാണ്. ഓക്കെ. ഓട്ടോമാറ്റിക് കുറേ അധികം ഞങ്ങളുടേതായ ചിന്തകളും ഞങ്ങളുടെ സംഗതികളും ഉണ്ടാവും അതിനകത്ത്. അങ്ങനെ വരുമ്പോൾ ഒരു സമയത്ത് ഇതിനെ ഇപ്പോൾ അത് ചെറിയൊരാൾ പറഞ്ഞു, വലിയൊരാൾ ചിലപ്പോൾ അത് പറഞ്ഞത് അത്രത്ത് ശരിയാണോ, ചിലപ്പോൾ കാര്യമായിരിക്കും, ശരിയായിരിക്കും. അപ്പോൾ അത് ആ ശരിയായ സംഗതിനെ അനലൈസ് ചെയ്ത് ഇത് എല്ലാ അഭിപ്രായങ്ങളും എടുത്ത് ഇതാണ് പോയിന്റ് എന്ന് പറയാൻ ഒരു കൺസൾട്ടൻസി എപ്പോഴും ഫാമിലി ബിസിനസ് നിർബന്ധമാണ്. അത് നിർബന്ധമാകുമ്പോൾ അതുകൊണ്ടാണ് സഫായിലൊരു തുടക്കം മുതലേ ഈ കൺസൾട്ടൻസി സർവീസ് ഇപ്പോഴും ഞങ്ങൾക്കൊരു കൺസൾട്ടൻസി ഉണ്ട്. അപ്പോൾ അത് ഓരോ സ്റ്റേജ് വരുമ്പോഴും അതത് സ്റ്റേജിലേക്ക് ആവശ്യമുള്ള കൺസൾട്ടൻസിൽ വെച്ചിട്ടാണ് ഞങ്ങൾ പോയിട്ടുള്ളത്. അറ്റ് പ്രസൻറ്റ് ഞങ്ങൾക്ക് ഇന്ത്യയിലെ ഏറ്റവും സൂപ്പറായിട്ടുള്ള ഏറ്റവും നന്നായി ഉള്ള ഒരു കമ്പനി, വലിയൊരു കമ്പനി നമ്മുടെ കൺസൾട്ടൻസി ഇപ്പോഴും ഉണ്ട്. അപ്പോൾ അത് വളരെ പ്രധാനമാണ് ആ പറഞ്ഞ കാര്യം. ഇത് കുറേ അധികം സംഗതികൾക്ക് അത് ആവശ്യമാണ്. അദ്ദേഹം പറഞ്ഞ പോയിന്റുകളൊക്കെ വളരെ കൃത്യമാണ്. ആ പോയിന്റ് തന്നെയാണ് ഇതിൻ്റെ പ്രധാനം. ഓക്കെ. അത് ഇനിയിപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ഒരു ഇതുപോലുള്ള സക്സസ്ഫുൾ ആയിട്ട് ബിസിനസ് റൺ ചെയ്യുന്ന ഒരു ഫാമിലി, ഇപ്പോൾ ഞാനാണെന്ന് വിചാരിക്കുക, എനിക്കിപ്പോൾ ഒരു 10-15 വർഷമായിട്ട് റൺ ചെയ്യുന്നൊരു ബിസിനസ് ഉണ്ട്. നാളെ എൻ്റെ അടുത്തൊരു ജനറേഷന് ഞാൻ കൈമാറണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. ഒരു 1 വേർഡിൽ പറയുകയാണെങ്കിൽ വളരെ സിമ്പിളായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ഞാൻ ശ്രദ്ധിക്കണം? അതിൽ ഒന്ന് ഈ കൺസൾട്ടൻസി ചെയ്യുക. രണ്ടാമത്തെ സംഗതി, നമ്മളൊരു സിസ്റ്റം ഡ്രൈവ് കമ്പനിക്ക് ഉണ്ട്. അദ്ദേഹം പറഞ്ഞല്ലോ ഗവേണൻസ് ഉണ്ടാവണം, ഫാമിലിക്കാണെങ്കിലും ബിസിനസ്സിനാണെങ്കിലും. അപ്പോൾ അങ്ങനെ ഒരു ഗവേണൻസ് നമ്മൾ ഉണ്ടാക്കി വെച്ചാൽ നമ്മുടെ നെക്സ്റ്റ് ജനറേഷൻ ഇത് കൈമാറാൻ വളരെ ഈസി ആയിരിക്കും. എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ക്വാളിറ്റി ആ ഗവേണൻസിലെല്ലാം പറഞ്ഞിട്ടുണ്ടാവും. ഇന്ന രീതിയിലായിരിക്കണം നമ്മൾ പോകേണ്ടത്, ഇന്ന രീതിയിലായിരിക്കും ഒരു സിസ്റ്റം അവിടെ ഉണ്ടാവുമല്ലോ. ആ സിസ്റ്റത്തിനനുസരിച്ചുകൊണ്ട് ഒരാൾ വരുന്നു, ഇപ്പോൾ എൻ്റെ മോൻ വരുന്നു, അവൻ്റെ ക്വാളിഫിക്കേഷൻ അതാണ്. അപ്പോൾ ആ ക്വാളിഫിക്കേഷൻ അനുസരിച്ചുകൊണ്ട് അദ്ദേഹത്തിന് നമുക്ക് ഇന്ന ഓപ്ഷൻ കൊടുക്കാം. അത് ഓൾറെഡി സിസ്റ്റത്തിലുള്ളതാണ്. അപ്പോൾ അത് വെച്ചിട്ട് ഇങ്ങനെ അതത് മേഖലകളിലേക്ക് അവരെ കയറ്റിക്കൊണ്ടുവന്ന് നമുക്ക് പതുക്കെ ഇത് അവരെ ഏൽപ്പിച്ച് പോകാവുന്നേ ഉള്ളൂ. വളരെ ഈസി ആയിട്ട് ചെയ്യാം. അത് ഇമ്പോർട്ടൻ്റ് അദ്ദേഹം പറഞ്ഞ പോയിൻ്റാണ്. ഒന്ന് ഗവേണൻസ് വേണം, കമ്പനി സിസ്റ്റം ഡ്രൈവൺ ആയിരിക്കണം. അങ്ങനെ ആകുമ്പോൾ അവർക്കുള്ള പൊസിഷൻ അവിടെ ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് കഴിയും, ഈസിലി കഴിയും. അതിന് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. ഇതിലെന്തെങ്കിലും കൂടുതൽ ആഡ് ചെയ്യാനുണ്ടോ നമുക്ക്? ഇതെല്ലാം നിങ്ങളുടെ ഒരു ആസ് എ കൺസൾട്ടൻറ്റ് പോയിന്റ് ഓഫ് വ്യൂവിൽ ഈ തലമുറകൾ നെക്സ്റ്റ് ജനറേഷനിൽ കൈമാറണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ആഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ചില ഫാമിലി ബിസിനസ്സുകളിൽ അവർക്ക് ഇതൊക്കെ സിസ്റ്റംസ് ഒക്കെ ഉണ്ടാവും, പക്ഷെ അതൊക്കെ അധികം വെർബലായിരിക്കും. കാരണം ആ ബ്രദേഴ്സ് തമ്മിൽ ഓൾറെഡി ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്, അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സ് തമ്മിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്. ബട്ട് ഇറ്റ് വിൽ നോട്ട് ബി റിട്ടേൺ. ഈ റിട്ടേൺ ആക്കുക എന്ന് പറയുമ്പോൾ ഗെയിം ഒന്ന് ചേഞ്ച് ചെയ്യാണ്. കാരണം അപ്പോൾ ഒരു ശരിക്കും ഒരു പ്രൊഫഷണലൈസേഷൻ, ശരിക്കും ഒരു ഇൻസ്റ്റിറ്റ്യൂഷണലൈസേഷൻ വരികയാണ് അവിടെ. അത് ചില ആൾക്കാർക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഇതൊക്കെ എഴുതി വെക്കണോ, ഇതൊക്കെ ഒരു ഭരണഘടന ആക്കണോ, ഇതിപ്പോൾ ഇത് ഫാമിലി അല്ല എന്നുള്ളത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ്. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ തമ്മിൽ ചിലപ്പോൾ നല്ല അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവും. ഇയാൾ ചിലപ്പോൾ ഒരു ആപ്പിൾ എന്ന് പറയുമ്പോൾ എല്ലാവരും ചിലപ്പോൾ ആപ്പിളിനെ കാണുന്ന ചുവപ്പ് ആപ്പിളായിട്ടായിരിക്കാം. പക്ഷേ ഇവരുടെ മക്കൾ വരുമ്പോൾ ചിലപ്പോൾ ഒരു ജനറേഷൻ മാറുന്നതോട് കൂടി ചിലപ്പോൾ 10-20 പുതിയ ഷെയർ ഹോൾഡേഴ്സ് ആയിരിക്കും ഈ കമ്പനിക്ക് വരുന്നുണ്ടാവുക, ഓണേഴ്സായിട്ട്. ഇവരെല്ലാവരും ഡിഫറെൻറ്റ് ടൈപ്പ് ആൾക്കാരായിരിക്കും. ഇപ്പോൾ പറയപ്പെടുന്നത് 16 ടൈപ്പ് ഓഫ് പേഴ്സണാലിറ്റീസ് ഉണ്ടെന്നാണ്. ഈ 16 ടൈപ്പും ഡിഫറെൻറ്റ് പ്രയോറിറ്റീസ്, ഡിഫറെൻറ്റ് ചിന്താഗതിയിൽ, ഡിഫറെൻറ്റ് ആംഗിളിലെ പല കാര്യങ്ങൾ കാണുക. ഇവരെല്ലാവരും നാളെ ഇവർ ഉണ്ടാക്കിയിരുന്ന പല അണ്ടർസ്റ്റാൻഡിങ്ങും, ഇപ്പോൾ ജോലിക്കാർ വരണം എന്നുള്ളതിനൊക്കെ ഇവർ കണ്ടിരുന്ന ഒരു മാനദണ്ഡം ഉണ്ടാവും. അത് റിട്ടേൺ അല്ല, അത് ഡീറ്റെയിൽഡ് അല്ല എന്നുണ്ടെങ്കിൽ ഇതെല്ലാം വേറെ വേറെ രൂപത്തിൽ വ്യാഖ്യാനിക്കപ്പെടും. അപ്പോൾ വീണ്ടും പ്രശ്നം ഉണ്ടാവും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇവരെ കാര്യം കൈമാറുന്നതിന് മുമ്പായിട്ട് എന്ത് ചെയ്യണം, ഇതൊക്കെ ഡോക്യുമെൻ്റ് ചെയ്യണം. ഡോക്യുമെൻ്റ്, കാരണം ഡോക്യുമെൻ്റ് ചെയ്ത് സൈൻ ചെയ്തൊരു ഡോക്യുമെൻ്റ് പ്രത്യേകിച്ച് അതിനൊരു പവർ ഉണ്ട്. കാരണം എന്ത് പറയുമ്പോൾ നമുക്ക് പറയാം ആസ് പെർ ദ ഡോക്യുമെൻ്റ്. അപ്പോൾ ആരും ഇമോഷനല്ല, ആരും താല്പര്യങ്ങളല്ല, ആരും വ്യാഖ്യാനങ്ങൾക്ക് എന്തില്ല, അവിടെ പ്രസക്തി ഇല്ല. ഇറ്റ് ബ്രിങ്സ് മോർ ഓർഡർ. കാരണം ഫാമിലി ജനറേഷൻ മാറുന്നിടത്തോളം ഭയങ്കര കോംപ്ലിക്കേഷൻസ് ഉണ്ടാവും. ബ്രദേഴ്സ് മാറിയിട്ട് പിന്നെ കസിൻസ് ആണ് ആവുന്നത്, ചിലപ്പോൾ സെക്കൻഡ് കസിൻസ് ആണ് ആവുന്നത്, ചിലപ്പോൾ അവരെ ഇൻലോസ് വരും. അങ്ങനെയുള്ള വലിയ ഡൈനാമിക്സിലേക്കാണ് പോണത്. സോ ഇറ്റ് ഹാസ് ടു ഹാവ് ഓർഡർ, ഇറ്റ് ഹാസ് ടു ബി ഡോക്യുമെൻറ്റഡ് ആൻഡ് ദിസ് തിങ് ഷുഡ് ഹാപ്പൺ വെൻ ദേ ആർ അലൈവ്. കാരണം ഇത് പല ആൾക്കാർ നീട്ടിവെക്കും, കുറേ കഴിഞ്ഞിട്ടല്ലോ, ഇനി സമയം ഉണ്ടല്ലോ എന്നുള്ളത്. നമ്മളൊരു നാളെ ഒരു പക്ഷെ മരിക്കും എന്നുള്ള ഒരു ചിന്ത ആൾക്കാർക്ക് ഉണ്ടാവില്ല. സോ ഇറ്റ് ഹാസ് ടു ബി ഡൺ അറ്റ് ദി ഏർലിയസ്റ്റ്.